ഹായ് സാർ, നമ്മൾ മൂവി റിവ്യൂസ് അല്ല ഈ ചാനലിലൂടെ കണ്ടിട്ടുള്ളത്. ഇന്നൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്കൊരു സൂപ്പ് വെക്കാം. സൂപ്പ് കുടിച്ചാലോ? ഒരു ചിക്കൻ വെജിറ്റബിൾ സൂപ്പ്. പേര് പോലെ തന്നെ ചിക്കൻ വെജീസിന് വെജിറ്റബിൾസും ചിക്കനുമാണ് വേണ്ടത് മെയിനായിട്ട്. സോ മഷ്റൂം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓൾറെഡി ഞാൻ പൊട്ടാറ്റോസും ഒണിയൻ ആൻഡ് സ്പ്രിംഗ് ഒണിയൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ചിക്കൻ എപ്പോഴും എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കുക്ക്ഡ് ചിക്കനാണ്. സോ അത് നമുക്ക് ടൈം കുറച്ച് സേവ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യാം. സോ അതും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഉള്ള വെജീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സിക്കം, പൊട്ടാറ്റോ, ക്യാരറ്റ്സ്, സ്പ്രിംഗ് ഒണിയൻ, മഷ്റൂംസ്, പിന്നെ ഒണിയൻ, നോർമൽ ഒണിയൻ, ഇത്രയും വെജീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ നോർമൽ ഒണിയൻ ഒഴിച്ച് ബാക്കി എല്ലാ വെജീസും ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നു. അതിൽ ബോയിൽ വാട്ടർ ഒഴിക്കുന്നു, പിന്നെ ഒരു കുറച്ച് സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്യുന്നു. അത് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ ഒന്ന് വേവിക്കുന്നു, അലോങ് വിത്ത് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ്. എനിക്ക് പ്യുവർ സ്റ്റോക്ക് ഇല്ല, സോ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ ചിക്കൻ സ്റ്റോക്സ് ഉണ്ട്, അത് ഞാൻ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇപ്പം എനിക്ക് പാത്രത്തിന്റെ അത്ര വലിയ പാത്രം കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാം ആക്ച്വലി. സോ കുറച്ചൊരു ഉപ്പും ഈ രണ്ട് സ്റ്റോക്ക് ഇട്ടിട്ട് ചിക്കനും ബാക്കി എല്ലാ വെജീസും അറ്റ് എ സിംഗിൾ സ്ട്രെച്ചിൽ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം നല്ലോണം. ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ബോയിലിംഗ് ടൈം പറയുന്നത്. അപ്പൊ ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഇല്ലേ, അതിന്റെ ഒരെണ്ണത്തിന് 1/2 ലിറ്റർ വെള്ളമാണ് കണക്ക് പറയുന്നത്. ഞാൻ ഇവിടെ 2 യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം 1 ലിറ്റർ ഓഫ് വാട്ടർ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്നു. സോ ഒരു പെപ്പർ ഒന്ന് സീസൺ ചെയ്യുന്നു. മാത്രമല്ല ഇറ്റാലിയൻ സീസണിങ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഒറിഗാനോ ഉണ്ട്, ചൈവ്സ് ഉണ്ട്, റോസ്മേരി ഉണ്ട്, പാഴ്സ്ലി ഉണ്ട്, പിന്നെ സം അതർ ഹെർബ്സ്. സോ ഇറ്റാലിയൻ സീസണിങ്. അപ്പം അതുകൂടെ ഒക്കെ ഒന്ന് വെച്ച് നമ്മൾ ഒന്നുകൂടെ ഒരു ഫൈനൽ ടച്ച് കൊടുക്കും. അത്രയ്ക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.